ഞാൻ നിങ്ങളെ പടച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ അല്ല എന്ന് കർക്കശമായി പറയുമ്പോൾ, ആരാധന എന്ന് പറയുമ്പോൾ ഈ നമസ്കാരവും ഹജ്ജും സക്കാത്തും ഉംറയും ഉലൂഹിയത്തും സാമൂഹ്യ സേവനങ്ങളും സാമ്പത്തിക സഹായങ്ങളും മാത്രമാണ് എങ്കിൽ എങ്ങനെയാ ലോകത്തിലെ മനുഷ്യർക്ക് അള്ളാഹുവിന്റെ ആയത്തുമായി നീതി പാലിക്കാൻ സാധിക്കുക? എങ്ങനെയാ മതത്തെ നമുക്ക് പ്രകൃതി മതമെന്ന് പറയാൻ സാധിക്കുക? കാരണം ഹജ്ജിൽ വിശ്വാസമുള്ള എത്രയോ പേർക്ക് ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുന്നില്ല. നോമ്പിനെ ബഹുമാനത്തോടെ കാണുന്ന പലർക്കും നോമ്പ് നിർവഹിക്കാൻ സാധിക്കാതെ ശാരീരികമായിട്ട് അസുഖം കൊണ്ട്, ജോലി കൊണ്ട്, മറ്റു പല കാരണം കൊണ്ടും നോമ്പ് മടങ്ങി പോവാറില്ലേ? സക്കാത്തിനെ വിശ്വസിക്കുന്ന ലോകത്തിലെ എത്രയോ കൂടി മനുഷ്യർക്ക് സക്കാത്ത് കൊടുത്തുകൊണ്ട് സ്വർഗം വാങ്ങാൻ സാധിക്കുന്നില്ല ഈ ലോകത്ത്. അപ്പോൾ സക്കാത്തും ഹജ്ജും ഉംറയും നോമ്പുമൊക്കെയാണ് ആരാധന എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന പോലെ പൊതുസമൂഹത്തിന്, സാധാ ആളുകൾക്ക്, വിശ്വാസികൾക്ക്, മുസ്ലിങ്ങൾക്ക് ആരാധന എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ കർമ്മങ്ങൾ, വിരലെണ്ണിയാൽ വിരൽ ബാക്കിയാവുന്ന ഈ കർമ്മങ്ങൾ മാത്രമാണ് എങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇസ്ലാമിനെ പ്രകൃതി മതം വിളിക്കാൻ സാധിക്കുക? അവിടെയാണ് നമുക്കറിയാവുന്ന പോലെ ഇസ്ലാമിന്റെ പ്രചാരകനും പ്രബോധകനുമായ അന്ത്യപ്രവാചകനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചു, അദ്ദുആഉ ഹുവൽ ഇബാദ. അദ്ദുആഉ ഹുവൽ ഇബാദ. ആരാധന എന്നാൽ ഈ ആയിരങ്ങളോ പതിനായിരങ്ങളോ പണമോ ആസ്തിയോ ആയുസോ കളഞ്ഞ് കെട്ടിവെച്ചുണ്ടാക്കുന്ന വലിയ കർമ്മങ്ങളല്ല. അത് സാധിക്കുന്നവർക്കേ ഉള്ളൂ, അവർക്ക് നിർബന്ധവുമാണ്. അത് സാധിക്കുന്നവർക്ക്, യോഗ്യരായവർക്ക്, അവരും അള്ളാഹു തമ്മിലുള്ള വ്യക്തിപരമായ കടമയാണ്, ബാധ്യതയാണ് കർമ്മങ്ങളൊക്കെ. അതില്ലാത്തവർക്ക് ആ വിഷയത്തിൽ ഒരിക്കലും ഇടങ്ങേറാവുകയോ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. മതം പഠിപ്പിക്കുക, അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥനയാണ് ആരാധന. അവിടെ അവസാനിപ്പിച്ചില്ല. വീണ്ടും പഠിപ്പിച്ചു, അദ്ദുആഉ മുഖുൽ ഇബാദ. ആരാധനയുടെ ഹൃദയം അത് ഹജ്ജല്ല. ആരാധനയുടെ ഹൃദയം അത് നോമ്പല്ല. ആരാധനന്റെ കൽബ് അത് സക്കാത്തല്ല. ആരാധനന്റെ മർമ്മം നമസ്കാരവുമല്ല. ആരാധനന്റെ കർമ്മം നോമ്പാടി എന്ന് പറഞ്ഞാൽ ഇസ്ലാം പ്രകൃതി മതമാകുമായിരുന്നില്ല. കാരണം ആ കൽബ് കിട്ടാത്ത എത്രയോ സാധുക്കൾ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്, ജീവിക്കുന്നുമുണ്ട്. ആരാധനന്റെ മർമ്മം അത് ഹജ്ജാണ് എന്ന് മതം പഠിപ്പിച്ചാൽ ഇസ്ലാം പ്രകൃതി മതമാകുമായിരുന്നില്ല. അവിടെയാണ് ഏറ്റവും പ്രായോഗികമായ ഈ ഖുതുബ കേൾക്കുന്ന, അള്ളാഹുവിന്റെ ആയത്തിനെ ഓതുന്ന, ഈ അർത്ഥം മനസ്സിലാക്കുന്ന, വിശുദ്ധ വീട്ടിലെ സൗജന്യമായി കിട്ടിയ ഖുർആനിലെ ഫുർഖാനിലെ അള്ളാഹു ആരാധനയെ പറ്റി പറയുന്ന ആയത്ത് വായിക്കുന്ന, കേൾക്കുന്ന ഏത് വ്യക്തിക്കും അഭിമാനത്തോടെ ആശ്വാസത്തോടെ ചെയ്യാൻ സാധിക്കുന്ന കർമ്മമേ മതം കൽപ്പിക്കുന്നുള്ളൂ, കർക്കശമായി പറയുന്നുള്ളൂ. ഇല്ലെങ്കിലോ അവിടെ പുറത്തേക്കുള്ള എക്സിറ്റ് ഉണ്ടാവും, ഒരു വഴി ഉണ്ടാവും. ഏതുപോലെ നോമ്പിനെ പറ്റി പറഞ്ഞല്ലോ, ഒറ്റ വരിയിലെ നോമ്പിന് ഇനി വരാൻ പോകുന്ന നോമ്പുള്ളൂ. കുത്തിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിർബന്ധമാണ്. നിങ്ങൾ ബക്കറയിലെ ആ ഒരു വരിക്ക് താഴെയുള്ള 5-6 വരി ഇങ്ങനെ വായിക്കുക, പരിഭാഷ വായിച്ചു നോക്കുക. പുറത്തേക്കുള്ള എക്സിറ്റുകളാണ്. നോമ്പിലേക്കുള്ള എൻട്രി ഒന്നേ ഉള്ളൂ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. ഒറ്റ എൻട്രി ഉള്ളൂ. പക്ഷെ എക്സിറ്റുകളോ, നോമ്പിന് പുറത്തേക്കുള്ള വഴികളോ ഒന്നിലേറെയാണ്. എന്താ അർത്ഥങ്ങള്? അപ്പോഴേ ഇസ്ലാം പ്രകൃതി മതമാകുള്ളൂ. വഴിയാത്രക്കാരൻ, ജോലിക്കാരൻ, കുടുംബം പോറ്റാൻ വേണ്ടി പണിക്ക് പോകുന്ന ആള്, മക്കളെ, കുട്ടിയെ പാലൂട്ടുന്ന മാതാക്കള്, വൃദ്ധര്, രോഗികള്, യാത്ര പോകുന്നവര്, അവർക്ക് പിന്നീട് നോറ്റി വിട്ടിയാൽ മതി, ഫിദിയ കൊടുത്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് വൻ തസൂമു ഖൈറൻ ലക്കും, നോമ്പിന് പകരം നോമ്പേ ഉള്ളൂ കേട്ടോ, കടം വീഴാനത് മതി. പണിക്ക് പോകുന്ന ആൾക്ക്, ജോലിക്കാരന്, വയസ്സായ ആൾക്ക്, മറ്റു തടസ്സങ്ങളുള്ള ആളുകൾക്ക്, പാലൂട്ടുന്ന മാതാക്കൾക്ക് ഫിദിയ കൊടുത്താൽ മതി. കുറ്റത്തുനിന്ന് പോയി. അവസാനത്തെ വരി വൻ തസൂമു ഖൈറൻ ലക്കും, നിങ്ങൾക്ക് ഖൈറ് വേണമെങ്കിൽ, അതിന് ഗുണം കിട്ടണമെങ്കിൽ, ബെനിഫിറ്റ് വേണമെങ്കിൽ നോമ്പേ ഉള്ളൂ. പക്ഷെ കടമ കൂടാൻ ഫിദിയ മതി.
മഹലിൽ പൈസ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്മിറ്റി സാധുക്ക വിഷയം കൊടുക്കും, അത് തീരുമാനമാവും. പക്ഷെ ഗുണം കിട്ടണമെങ്കിൽ നോമ്പ് വേണം. നോക്കൂ, അവിടെ ഞാൻ പറഞ്ഞത് അവിടെ ആനുകൂല്യങ്ങളുണ്ട്. ഹജ്ജിനെ പറ്റി പറഞ്ഞു, ഇസ്രായേലി സബീല അല്ലാഹു കൂടെ പറഞ്ഞു. അടുത്ത ആയത്തേക്ക് പോലും പോണില്ല, അടുത്ത പേജിക്ക് പോണില്ല, അടുത്ത സൂറത്തിലേക്ക് പോകുന്നില്ല. സാധിക്കുന്നവനെ ഹജ്ജുള്ളൂ. അവിടെ ആ വിഷയം പറഞ്ഞു. നിസ്കാരം നിന്നുകൊണ്ട് പറഞ്ഞു, ഇരുന്നു കൊണ്ട് പറഞ്ഞു, കിടന്നുകൊണ്ട് പറഞ്ഞു. ഇനി കിടന്നുകൊണ്ടും സാധിക്കാത്ത, കടന്നിട്ടും കയ്യും കാലും പൊക്കാൻ സാധിക്കാത്ത, കടന്നിട്ടും ഹൃദയഭാഗത്ത് നെഞ്ചിന്റെ ഭാഗത്ത് കൈ വെക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യന് അല്ലാഹു പറഞ്ഞത് അവൻ മനസ്സിൽ നിസ്കരിച്ചാൽ മതി. നോക്കൂ നിങ്ങൾ, അപ്പോഴേ ഇസ്ലാം പകുതി മതമാവുകയുള്ളൂ. ഇവിടെയാണ് അദ്വാഉ മുഖുൽ ഇബാദ, ആരാധനയുടെ മർമ്മം ആരാധന. ഈ വിഷയത്തെ നമ്മൾ ഇങ്ങനെ പലപ്പോഴും കാണാറെന്നും അറിയില്ല. നമ്മൾ ഇസ്ലാം എന്ന് പറയുമ്പോൾ വലിയ കർമ്മങ്ങൾ ആലോചിക്കുകയും, വലിയ കർമ്മങ്ങളാണ്. മറ്റ് മതങ്ങളെ പോലെ, ഈ ലോകത്ത് മനുഷ്യരുണ്ടാക്കിയ സാംസ്കാരികമായ ആശയങ്ങളെ പോലെ, കൂട്ടായ്മകളെ പോലെ ഇസ്ലാമിനെ അളക്കുമ്പോൾ, ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് വലിയ കർമ്മമാണ്. കുറെ പൈസ ഉണ്ടായാലേ ഇസ്ലാമായി ജീവിക്കാൻ സാധിക്കുള്ളൂ, നല്ല ആരോഗ്യമുള്ളവർക്ക് സാധിക്കുള്ളൂ, കുറെ പാണ്ഡിത്യം വേണം. ഇതൊക്കെ ഉള്ളവർക്ക് ഒന്നുകൂടി ബാക്കി വിഷയങ്ങളെ പോലെ ഇതിലും ഒന്നുകൂടി ഭംഗിയാവാമെന്നേ ഉള്ളൂ. പക്ഷെ ഇതൊന്നുമില്ലാത്തവർക്കും ഏറ്റവും ഭംഗിയാവാൻ പറ്റുന്ന ഏറ്റവും വലിയ ഏക മേഖല മതമേഖലയാണ്. അപ്പോൾ ഇസ്ലാം പകുതിയാകുള്ളൂ. ഇവിടെയാണ് നമ്മൾ ആരാധനയെ നമ്മൾ ചേർത്ത് വെച്ചാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. ഒരു മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്നത് ഉണരുമ്പോഴാണല്ലോ. മരിക്കുന്ന കാലത്ത് നമുക്ക് മതമില്ല, മരിച്ചു കിടക്കുന്ന ആൾക്ക് മതമില്ല. ഉറക്കിനെ ഇസ്ലാം കാണുന്നത് ഒരു മരണമായിട്ടാണ്. മരിച്ചു കിടക്കുന്ന ആൾ ഒതുവെടുത്തിട്ടാണ്, നല്ല വെള്ള വസ്ത്രത്തിലാണ്, കുളിച്ച് ഒതുവെടുത്ത് പള്ളിയാണ് പിന്നെ അഡ്രസ്സ്. മരിച്ച ആളുടെ മേൽവിലാസം പള്ളിയാണ്, മരിച്ച ആളുടെ വീട് പള്ളിയാണ്. പള്ളിക്ക് ചാരെ ഒരു പണിയുമില്ലാത്ത ആളാ വെറുതെ കിടക്കുക. അല്ലെങ്കിൽ മിനിമം ഇരിക്കെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ എണീക്കും. തിരക്ക് കൂടുന്നവരും നടക്കും, തിരക്ക് കൂടുന്നവരും നടത്തത്തിന്റെ വേഗത കൂടും. പക്ഷെ ഒരു പണിയില്ലാത്ത ആളാണ് വെറുതെ കുറച്ച് കിടക്കുക. അങ്ങനെ വെറുതെ നല്ല വെള്ള വസ്ത്രത്തിൽ ഒതുവെടുത്ത് പള്ളിക്ക് ചാര പോയി കിടക്കുന്ന ആൾക്ക് മതമില്ല. എന്തേ കാരണം? ഒറ്റ കാരണേ ഉള്ളൂ, മരിച്ചുപോയി. ഇതേപോലെ മരണതുല്യമാണ് ഉറക്ക്. അതുകൊണ്ടാണ് നമ്മൾ 5-8 മണിക്കൂറൊക്കെ ആ പടിയിലും ആ പായയിലും ആ കട്ടിൽ കിടക്കുന്നത്. അതേ സമയം നമ്മൾ പകൽ കടന്നു നോക്കുക, രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ കടന്നു നോക്കുക. അതേ ബെഡ്മേ എത്ര പ്രാവശ്യം നമ്മൾ ഉരുണ്ട് മറിയുക, എത്ര പ്രാവശ്യം നമ്മൾ മൊബൈലിലേക്ക് നോക്കുക, എത്ര പ്രാവശ്യം നമ്മൾ ക്ലോക്കിലേക്ക് നോക്കുക, എത്ര പ്രാവശ്യം നമ്മൾ പുറത്തേക്ക് നോക്കുക. ഒരു അസുഖം പറ്റിയിട്ടോ അപകടം പറ്റിയിട്ടോ കിടക്കുമ്പോഴാണ് ബോധ്യമാകുക. അതേ നമ്മളാണ് മതി ഒരുവോളം രാത്രി കിടക്കുക, രാവിലെ അലാറം അടിക്കുമ്പോഴാണ് എഴുന്നേൽക്കുക. പലരും ചിലപ്പോൾ അതുപോലും അറിയില്ല. രാത്രി നല്ല മഴയായിരുന്നു, അറിഞ്ഞില്ല. നല്ല കാറ്റടിച്ചു, അറിഞ്ഞില്ല. ആരൊക്കെ ഫോൺ വിളിച്ചു, അറിഞ്ഞില്ല. എന്തേ കാരണം? ഒരു തരം മരണമാണത്. അല്ലാഹു പറയാ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ. എഴുന്നേറ്റു ജീവൻ വെച്ച ഒന്നാമത്തെ സ്റ്റെപ്പിൽ അള്ളാഹിനെ ഓർക്കുക. അതേ മതം പഠിപ്പിക്കുന്നുള്ളൂ. അതാണ് ആരാധന. എഴുന്നേറ്റ് പോയിട്ട് പള്ളിയിൽ പോയി നിർവഹിക്കുന്ന സുബഹി ഉണ്ടല്ലോ, ആ സുബഹിസ്കാരമാണ് ആരാധനെങ്കിൽ സുബഹിക്ക് മുമ്പുള്ള സമയത്ത് അള്ളാഹുമായി നമുക്ക് എങ്ങനെയാ നീതി പാലിക്കാൻ സാധിക്കുക? അപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ശരീരം, ഹൃദയം അടിക്കുന്നുണ്ട്, രക്തം പമ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ എഴുന്നേറ്റ് ഉടനെ മതം പഠിപ്പിക്കുകയാണ്, പ്രായോഗികമായി മതം പഠിപ്പിക്കുക. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആരെങ്കിലുമൊക്കെ ശീലത്തിന്റെ കുറവ് കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ തിരക്കൊണ്ടോ ഒക്കെ മറന്നു പോകുന്നെങ്കിൽ ഒരു ഗൗരവമായി കാണുക. അള്ളാഹ് പറഞ്ഞ ആയത്ത്, ഞാൻ നിങ്ങളെ പടച്ചത്, നിങ്ങളെ രാവിലെ 5 മണിക്ക് എഴുന്നേൽപ്പിച്ചത്, നിങ്ങൾ ഉണർത്തിയത്, നിങ്ങളുടെ ഉണർച്ചയിൽ നിങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് പുതിയ ലോകവും കാലവും നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്. അറിയാലോ, നമുക്ക് എത്രയൊക്കെ പുരോഗതി പ്രാപിച്ചാലും നമുക്ക് ദൈവത്തിന്റെയും അള്ളാഹുവിന്റെ കാര്യങ്ങളുടെ പ്രസക്തി കൂടുകയല്ലാതെ കുറഞ്ഞു പോകുന്നില്ല. നമ്മുടെ ഉണരലിൽ നമ്മുടെ മൊബൈൽ ഫോണിന്റെ, നമ്മുടെ തീരുമാനത്തിന്റെ, നമ്മെ വിളിച്ചു ഉണർത്തിയ ഭർത്താവിന്റെ, ഭാര്യയുടെ, കൂടെയുള്ള ജോലിക്കാരന്റെ, സഹപ്രവർത്തകന്റെ, മറ്റ് ഏത് ഘടകത്തിന്റെയും നമ്മൾ ഉണർന്നതിൽ ആരുടെയും പങ്ക് നിസാരമാണ് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ആർക്കും ബോധ്യമാകും.
ഫോണിന് പങ്കുണ്ട്, അലാറത്തിന് പങ്കുണ്ട്, ഭർത്താവിന് പങ്കുണ്ട്, ഉന്നതിൽ ഭാര്യയ്ക്ക് പങ്കുണ്ട്, മക്കൾക്ക് പങ്കുണ്ട്, ഫോൺ കോളിന് പങ്കുണ്ട്. ഇതൊക്കെ പറയുന്നത് നമ്മൾക്ക് ബോധ്യാവുന്നത് ആ പങ്കിന്റെ പങ്ക് എത്രമാത്രം ചെറുതാണ് എന്ന്. അതുകൊണ്ടാണ് ഭാര്യയെ പോയിട്ട് വിളിച്ചിട്ടും ഉണരാത്ത ആൾക്കാർ നമ്മൾ വാർത്തയിലും നാട്ടിലൊക്കെ അനുഭവത്തിലില്ലേ? അലാറം അടിച്ചു തീർന്നിട്ടും എഴുന്നേൽക്കാത്തവരുണ്ടാവാറില്ലേ? ഫോൺ വിളിച്ച് അറിയാത്തവരുണ്ടാവാറില്ലേ? അപ്പൊ എന്താ അർത്ഥമാവുന്നത്? അതൊക്കെ ചെറിയ പങ്ക് അതുള്ളൂ. അതിനപ്പുറമായിട്ട് അള്ളാഹുവിന്റെ, ദൈവത്തിന്റെ, ചിട്ടാവിന്റെ തീരുമാനമാണ് നമ്മുടെ ഓരോ രാവിലെ തുടരലും. അള്ളാഹു സുബ്ഹാനഹു വ തആല പണ്ട് ഉപയോഗിച്ച വാക്ക്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ച വാക്ക് ഏറ്റവും പുതിയ ഈ 2026 പിറന്ന ഈ സമയത്ത് നിങ്ങൾ ഞാനുമൊക്കെ പഴയ പല വിഷയങ്ങളെ മാറ്റിവെക്കുന്ന പോലെ എന്തേ മാറ്റിവെക്കാത്തത്? ഇത് മരുഭൂമിയിൽ മെഡിക്കൽ സയൻസോ മെഡിക്കൽ കോളേജുകളോ അറിവോ ഇല്ലാത്ത കാലത്ത്, മരുഭൂമിയും മണലും ഒട്ടകവും മാത്രമുള്ള കാലത്ത് മുഹമ്മദ് അന്ന് ഈ പ്രാർത്ഥന ഫിറ്റേനി. ഇത്രയും ടെക്നോളജി ഇല്ലാത്ത അക്കാലത്ത് ഈ പ്രാർത്ഥന ഫിറ്റായത് എന്നെ മരിപ്പിച്ച് ജീവിപ്പിച്ച അള്ളാഹുവേ നിനക്കാണ് സ്തുതി. ഇത് അന്ന് സഹാബത്തിന്റെയും നബിന്റെയും കാലത്ത് മുസ്ലിങ്ങളെ, ഇസ്ലാമിന്റെ ആൾക്കാരെ ഈ പ്രാർത്ഥന ഫിറ്റേനി. ഇത് കാലം വേറെയാണ്. പുരോഗതിയുടെ, ശാസ്ത്രത്തിന്റെ, വൈദ്യത്തിന്റെ, ടെക്നോളജിയുടെ, അറിവിന്റെ, ഇൻഫർമേഷന്റെ വല്ലാത്ത പ്രളയമുള്ള ഈ ഒരു കാലത്ത് ഈ പ്രാർത്ഥന പറയാൻ കുറച്ച് പ്രയാസമാണ് എന്ന് എന്റെ വിശേഷ ബുദ്ധിയുള്ള, വിജ്ഞാനമുള്ള, അറിവുള്ള, കാഴ്ചപ്പാടുള്ള ഈ ലോകത്തിലെ മനുഷ്യർക്ക് തോന്നാത്തത്? കാലം മുന്നോട്ട് പോകുന്നോറും എന്നെ മരിപ്പിച്ച് ജീവിപ്പിച്ച പടച്ചവനെ നിനക്കാണ് സ്തുതി എന്നുള്ള പ്രാർത്ഥന പറയാത്തവൻ കൂടി പഠിക്കുകയല്ലാതെ പഠിച്ചവൻ പറയാതിരിക്കേണ്ട ഒരു ബോധ്യം ലോകത്താർക്കുമില്ല. ഇത് നമ്മൾ പറഞ്ഞാൽ മതി. അള്ളാഹു പറഞ്ഞ ലളിതമായ വിഷയങ്ങൾ. ഞാൻ നിങ്ങളെ പടച്ചത് എന്നെ ആരാധിക്കാനാണ്. ആരാധന പറഞ്ഞാല് പാസ്പോർട്ട് കൊടുത്തിട്ട് പണമടച്ചിട്ട് കാത്തിക്കേണ്ട ഉംറയും ഹജ്ജും മാത്രമല്ല, അല്ലെങ്കിൽ ഒളിയത്ത് ഷെയർ ചേർന്നിട്ട് കാത്തിരിക്കേണ്ട ആ കർമ്മം മാത്രമല്ല. അതൊക്കെ ആരാധനയാണ്, അതൊക്കെ പുണ്യമുണ്ട്, പ്രാധാന്യമുണ്ട്, നിസാരമായി കാണുന്നുമില്ല. മറിച്ച് ഇസ്ലാം എന്നുള്ളത് എല്ലാവരുടെയും മതമാണ്. ആ നിലക്ക് നോക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന ഫീഹി നുശൂർ. നിങ്ങൾ അതിനുശേഷം നമ്മൾ ഒളു എടുക്കാൻ വേണ്ടി, പ്രാഥമികമായ കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഹബായിസി. അവിടെ പോയിട്ട് നമ്മൾ കർമ്മം നിർവഹിച്ച് ഒളു എടുക്കുന്നു, ബിസ്മി ചൊല്ലുന്നു. ഒളുവിന് ശേഷമുള്ള പ്രാർത്ഥന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നു. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തഖിരീൻ ചൊല്ലുന്നു. ബാത്റൂമിൽ ഇറങ്ങുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അൽ അദാ വഅഫാനി. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ നിർവഹിച്ചു വരുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നു. പള്ളിയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട് കുറച്ച് ദൂരെയാണെങ്കിൽ നമ്മൾ വാഹനം എടുക്കുന്നു, ബൈക്ക് എടുക്കുന്നു, കാർ എടുക്കുന്നു. സുബ്ഹാനല്ലാഹി സഖലന ഹാദാ. പള്ളിക്ക് വരുമ്പോൾ വഴിയിൽ നിന്ന് അയൽവാസിയെ കാണുന്നു. പള്ളിക്ക് കയറുമ്പോൾ വേറെ സുഹൃത്തിനെ കാണുന്നു, സലാം പറയുന്നു. പള്ളിക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക ചൊല്ലുന്നു. പള്ളിയിൽ നിന്നല്ല ഈ ജുമ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ മതം പഠിപ്പിച്ച അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. അപ്പോൾ നിങ്ങൾ പരലോകത്ത് വിജയിക്കാൻ, എനിക്കും നിങ്ങൾക്കും വിജയിക്കാൻ, കാരുണ്യവാനായ മതത്തിന്റെ, പ്രകൃതി മതമായ മതത്തിന്റെ ഒരു വാർഡ് മെമ്പറെ വിജയിപ്പിക്കുന്നതിന്റെ 1001-ൽ ഒരു അംശം കൂടി പ്രയാസമില്ല ലോകത്തിലെ ഒരാൾക്കും വിജയിക്കാൻ. എല്ലാവരും വോട്ട് ചെയ്തിട്ട് ഒരാളെ വിജയിപ്പിക്കുകയല്ല, ഒരേ അധ്വാനിച്ചിട്ട് ഒരു മെമ്പറെ വിജയിപ്പിക്കുകയല്ല, മറിച്ച് അധ്വാനിക്കുന്ന എല്ലാവർക്കും വിജയിക്കാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, എല്ലാവർക്കും വിജയിക്കാമെന്ന. വൽ അസ്ർ ഇൻസാൻ അള്ളാഹ് പറഞ്ഞത്, പരാജയം പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞത് ഏകവചനമാണ്. മനുഷ്യൻ, ഒരാൾക്ക് പരാജയപ്പെടാം. വിജയമാകുമ്പോഴോ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. നമ്മുടെ നാട്ടിലെ പുതിയ കാലത്ത് പോലും നമ്മൾ മതത്തെയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മറ്റ് വിഷയങ്ങൾ, നമ്മൾ പുതുതായി കാണുന്ന എല്ലാ ഇസങ്ങളും, എല്ലാ സംവിധാനങ്ങളും, രാഷ്ട്രീയമാവട്ടെ, സാമൂഹികമാവട്ടെ, സാംസ്കാരികമാവട്ടെ, അതൊക്കെ എല്ലാവരും കൂടുമ്പോൾ ഒരാളെ ജയിക്കുള്ളൂ. ഒരു മെമ്പർ, ഒരു MLA, ഒരു MP അങ്ങനെയാകുള്ളൂ. എന്നാലോ എല്ലാവർക്കും വിജയിക്കാവുന്ന ഏറ്റവും വലിയ മേഖല മതമാണ്. അവിടെയാണ് എൻ്റെ മാലിന്യങ്ങളെ മാറ്റിയിട്ട് എന്നെ
ആശ്വസിപ്പിച്ച അള്ളാഹുവെ നിനക്കാണ് പുതിയ മതം പഠിപ്പിക്കുക. ആ പ്രാർത്ഥന ചൊല്ലിയാൽ ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ, പള്ളിക്ക് വന്ന് ഇറങ്ങി പോകുമ്പോൾ, ഈ ചുമ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അത് ആരെങ്കിലുമൊക്കെ മറന്നുപോയാണെങ്കിൽ നമ്മൾ ശീലമാക്കുക. മതം ലളിതമാണ്. അതല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളെ പടച്ചത് എന്നെ ആരാധിക്കാൻ. അള്ളാഹു കർക്കശമായി പറഞ്ഞത് അള്ളാഹു ക്രൂരനായത് കൊണ്ടല്ല, മറിച്ച് ഈ പറയുന്ന കാര്യം ഏത് മനുഷ്യനും നിർവഹിക്കാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. ഇതാണ് ഈ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ നമ്മുടെ കാല് ചെരുപ്പുമായി സംഗമിക്കുമ്പോൾ നമ്മൾ പറയേണ്ട വാചകം അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. പടച്ചവനെ, ഞാൻ പുറത്തേക്ക് പോവാണ്, കച്ചവടത്തിന് പോവാണ്, കൃഷിക്ക് പോവാണ്, റോട്ടിക്ക് പോവാണ്, പല മേഖലയിലേക്ക് പോയി. ഇരിക്കുന്നവരൊക്കെ പല മേഖലയിലേക്ക് പോവുകയാണ്. അവിടെ എനിക്ക് നീ ഹൈറ് തരണമേ. അതുകൊണ്ട് പ്രാർത്ഥനയുടെ പ്രാധാന്യം അറിയുക. പ്രായോഗികമാണ്, ലളിതമാണ്, അറിവ് നമുക്കുണ്ട്, നമ്മൾ പഠിച്ചവരാണ്. കൂടെ നമുക്ക് ഒരു തിരിച്ചറിവ് കൂടെ ഉണ്ടാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.